നമ്മുടെ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം വാണിജ്യം നടത്തപ്പെടുന്ന ഒരു തെരുവിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇവിടെ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ചെരുപ്പുകളുടെയും എന്ന വേണ്ട എല്ലാവിധ സാമഗ്രികളുടെയും വലിയ ഒരു തെരുവാണ്. വലിയ ഒരു കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ പല ടെക്സ്റ്റൈൽസുകാരും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ബണ്ടിൽ കണക്കിന് തുണി ഉൽപ്പന്നങ്ങളും വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കച്ചവടം നടത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പട്ടണത്തെപ്പറ്റി മലയാളത്തിൽ ഇതിൻ്റെ പേരുള്ള ഒരു സിനിമയും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതെ, തെങ്കാശിയിലെ തെരുവിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ തുണിത്തരങ്ങൾ, അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽക്കുന്നു. ഇതിനിടയിൽ ഉപ്പേരിക്കടകളും കണ്ണാടി കൂടുകൾ, അലമാരകൾ നിറയെ ഉപ്പേരി. ഇതാ വളരെ വലിയ ജനത്തിരക്കാണ് ഇന്ന് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും അത്ഭുതപൂർവമായ ജനത്തിരക്കാണ്. നമുക്ക് ദൂരെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവും ദർശിക്കാവുന്നതാണ്. എന്തായാലും കച്ചവടത്തിൻ്റെ വലിയൊരു ഹബ്ബായി ഈ തെങ്കാശി പട്ടണത്തെ നമ്മൾ കാണാവുന്നതാണ്. ഇതിന് തൊട്ടടുത്താണ് തെങ്കാശി ചന്ത. തെങ്കാശി ചന്തയെയും തെങ്കാശി പട്ടണത്തെയും പറ്റിയുള്ള പേരുകളും തെങ്കാശി പട്ടണം എന്ന് പറയുന്ന സിനിമയും മലയാളികൾ മറക്കില്ല. ആണ്ട് ഉയർന്നു നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുരങ്ങളിൽ ഒന്നായിട്ടുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം തെങ്കാശിയിൽ. വലിയ കടകളാലും ചെറിയ കടകളാലും സമൃദ്ധമാണ് തെങ്കാശി പട്ടണം. കേരളത്തിൽ ഒരുപക്ഷെ അപൂർവമായ ഇത്തരത്തിലുള്ള പട്ടണങ്ങൾ കാണപ്പെടുന്നുള്ളൂ. ബോംബെയോ മദ്രാസോ കൽക്കട്ടയോ പോലെയുള്ള തെരുവുകളെ അനുസ്മരിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന തെരുവ് തന്നെയാണ് തെങ്കാശി. തെങ്കാശി ചന്തയും തെങ്കാശിയിലെ ഈ തെരുവും കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവും കൂടിയൊക്കെ ആകുമ്പോൾ തെങ്കാശി എന്നും ഒരു വലിയ ഓർമ്മയുടെ അനുഭവം നമുക്ക് പകർന്നു നൽകുന്നു.